ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വീട്ടിലെ വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയുമോ? പ്രത്യേകിച്ച് ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന ഉമർതങ്ങളുണ്ടല്ലോ. ആ ഉമർതങ്ങൾ പടച്ചവനെ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുകയല്ല ചെയ്തത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഉമർതങ്ങൾ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ വിളിക്കണം, ഭാര്യ ഭർത്താവിനെ വിളിക്കണം. സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഭർത്താവ് തന്റെ ഭാര്യയെ വിളിക്കണം. എഴുന്നേറ്റില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും, ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഏത് ഭാര്യയും ഭർത്താവും എന്നറിയുമോ? അല്ലാഹുവേ നമസ്കരിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, അതാ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഒതുവെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ ബാക്കി വന്ന അതാ വെള്ളത്തുള്ളികളുണ്ടല്ലോ, ആ വെള്ളമെടുത്തിട്ട് ഉറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത്, ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്ത് ആ വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കപ്പെടേ, എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുക. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തിയാൽ, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തിയാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, തന്റെ പൊന്നാര പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്, ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് തന്റെ റൂമിലേക്ക് പോവുകയാണ്. തന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് വിളിക്കുന്ന, മക്കളെ എഴുന്നേക്കടാ, നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാ, എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞിട്ട് ഉമർ തങ്ങൾ അവിടെ നിന്ന് വിളിച്ചുണർത്തുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിളിച്ചുണർത്തണേ, നിങ്ങളുടെ കുടുംബത്തെ നിസ്കരിക്കാ പറയണേ. അങ്ങനെ വിളിച്ചുണർത്തിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നമസ്കരിക്കാത്ത ഭാര്യക്ക് നീ പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. നമസ്കരിക്കാത്ത ഭാര്യയോട് അവളോട് പറയണം അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന്. പിന്നെ നിന്റെ ഭർത്താവ് നമസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ആ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ.